ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രമുഖ പത്രങ്ങളിലെല്ലാം വന്നിട്ടുള്ള ഒരു വാർത്ത, മെയിൻ ഹെഡിങ് ആയിട്ട് വന്നൊരു വാർത്ത, നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി. ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും പെട്ടെന്നൊരു അന്താളിപ്പോ പേടിയോ ഒക്കെ ഉണ്ടാവും. കാരണം ഒറ്റ രാത്രി കൊണ്ട് നോട്ട് നിരോധനം കൊണ്ടുവന്ന് ആൾക്കാരെ വിരട്ടി ഓടിച്ചൊരു രാജ്യമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വേറെ ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുകിട വ്യവസായങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതുപോലത്തെ സാധാരണ ഏതൊരു ജനങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആശങ്കയായിട്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സാധാരണ ജനങ്ങളും ആരെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാർത്തയെ തന്നെയാണ്, ഈ പറയുന്ന മാധ്യമങ്ങളെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ ആ മാധ്യമത്തിലെ പ്രധാന വ്യക്തി വന്നു നിന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് യഥാർത്ഥ മാധ്യമധർമ്മമല്ല, അവിടെ നിന്ന് വഴുതി പോവുകയാണ്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, പത്രധർമ്മം മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്ന സമയത്ത് തെറ്റും ശരിയും കൃത്യമായിട്ട് വേർതിരിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം, അദ്ദേഹം വാർത്ത വായിച്ച് തുടങ്ങുന്നത് മുതൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ടായിരുന്നു, ഇത് ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. RBI ഗവർണർ അരവിന്ദ് എന്നുള്ളൊരു ഭാഗം അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. ആരാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന RBI ഗവർണർ എന്ന് അറിയാതെ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണോ ഇത്രയും പ്രമുഖ സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഈ പറയുന്ന ബാങ്കുകാർ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയേണ്ട, അതിലപ്പുറത്തേക്ക് ജേർണലിസം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഇവർ മുന്നോട്ട് കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട വ്യക്തികളാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ RBI ഗവർണർ ഈ പറയുന്ന സഞ്ജയ് മൽഹോത്ര ആണെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരവസ്ഥ, അത്രയും നേരം തെറ്റുപറ്റിപ്പോയെന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ അത് അരവിന്ദ് എന്ന് പറയുന്ന സമയത്തെങ്കിലും ഇതിലെന്തോ പിശകുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ അർഹനാണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെയ്യേണ്ട ജോലിയോട് കൂറ് പുലർത്തുന്നുണ്ടോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇതിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് സിമ്പിളായി വായിച്ചു പോവാ എന്ന് കരുതിയ ഒരു സംഭവത്തിലായിരിക്കും അദ്ദേഹം ആ കുഴിയിൽ വീണു പോയത്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, പത്രത്തിന് താഴെയായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അറിയിപ്പ്. കൊച്ചിൻ ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 അർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. 2050 പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വലിയ ബാധകമായിട്ടുള്ള കാര്യമല്ല, ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ റോബർട്ട് മന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിൽ കൊടുത്തിരുന്ന ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും റോബോ മന്ത്രി എന്നൊക്കെ കൊടുക്കുന്ന സമയത്തെങ്കിലും ഇതിൽ എന്തോ ഒരു അപാകത ഉണ്ട് അല്ലെങ്കിൽ പാളിച്ച ഉണ്ടെന്ന് മനസ്സിലാവാതെ പോയത് എന്തെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇതൊരു സാധാരണക്കാരന് മനസ്സിലാവണമെന്നില്ല സ്വാഭാവികമായിട്ടും. കാരണം അവർ RBI ഗവർണർ ആരാണെന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളല്ല സാധാരണ ജനങ്ങൾ. അവരവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതാണ്. അവർക്ക് പെട്ടെന്നൊരു വെപ്രാളം ഉണ്ടാവും. ആ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പത്രമാധ്യമങ്ങളെ ആയിരിക്കും അവർ ഈ പറയുന്ന പത്രത്തിൽ കാണുന്ന ഒരു സാധനം ശരിയാണെന്ന് പറയുമ്പോൾ നേരെ അവർ TV ആയിരിക്കും ഓൺ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്രയും കൂളായിട്ട് വാർത്തകൾ എടുക്കരുത്, അതിനെ വിശദീകരിച്ച് കൊടുക്കാൻ നിൽക്കരുത്. ഇങ്ങനൊരു ഫീൽഡിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിനുള്ള അർഹനാണോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ പറയത്തില്ലേ, പല രീതിക്ക് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു അധ്യാപികയോ എടുക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ എനിക്ക് 30-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ആ ഒരു സമയത്തിനിടയ്ക്ക് ശമ്പളം കിട്ടും, ഞാൻ പഠിപ്പിച്ച് തീർക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ച് പോകണം എന്ന് മാത്രം ചിന്തിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഇനി മറ്റു ചിലരുണ്ട്, ഈ സ്കൂളിൽ നമ്മൾ തന്നെ പഠിച്ചപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, പിള്ളേർക്ക് വന്നിരുന്ന് ഈ പറയുന്ന തന്നങ്ങ് വായിച്ചോളാൻ പറയും, അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ പോകുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, കൃത്യമായിട്ട് പുസ്തകം പഠിപ്പിക്കും, അതിലപ്പുറത്തേക്ക് പുറത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അത് മൊത്തം അന്വേഷിച്ചറിഞ്ഞ് നമുക്കതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള വശം മൊത്തം തുറന്ന് കാണിച്ചിരുന്ന ഒരു കൂട്ടം അധ്യാപകർ. ആ അധ്യാപകർ ഇഷ്ടപ്പെട്ട് വരുന്നൊരു പ്രൊഫഷനാണതെന്ന് പറയുന്നത്. വളരെയധികം അവർ മേടിക്കുന്ന പൈസയോടും അവരതിനെ ഇഷ്ടപ്പെട്ടും അത്രയധികം ആത്മാർത്ഥതയോടെയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആയിരിക്കണം ഓരോ ആൾക്കാരും ഓരോ പ്രൊഫഷനെയും സമീപിക്കേണ്ടതെന്ന്. അതിനാണ് ഒരു ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമധർമ്മം, പത്രധർമ്മം എന്നൊക്കെ എന്തെന്ന് ഈ പറയുന്ന സുകുമാർ അഴീക്കോട് സാറ് തന്നെ വിശദീകരിച്ച് പല വട്ടം പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചാനലിലെ പ്രമുഖ നിരയിൽ ഇരിക്കുന്ന സമയത്ത്
ഒരുപാട് ആൾക്കാർ നിങ്ങളെ കാണാനും കേൾക്കാനും ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനോട് കാണിക്കേണ്ട ചില നീതിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മം ഇനിയെങ്കിലും പാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അബദ്ധം പറ്റിയതാണ്. അതൊരു സാധാരണക്കാരന് പറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു സ്ഥാനത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്ന സമയത്ത് സാധാരണക്കാരെ പോലും അകക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതൊന്ന് തിരുത്തേണ്ട കാര്യമാണ്.